സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരനും വക്കീലുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്ടോ. ഈ സമയം വക്കീൽ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇന്നെങ്കിലും സാറാ മാഡത്തിന് കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചല്ലോ, അത് തന്നെ ഏക ആശ്വാസം. ഞാൻ കരുതിയത് ഇന്നും ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേസ് നീണ്ടുപോകുമെന്നാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സത്യം പറയാലോ സാറ, നമ്മളൊക്കെ ഇങ്ങനെ പുറത്തുള്ള സമയത്ത് സാറ ഒരിക്കലും ജയിലിനകത്ത് ഇതുപോലെ കിടക്കാൻ പാടില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തിറക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ആ ACPയും അവന്മാരും ചേർന്ന് വലിയ പൂട്ട് തന്നെയല്ലേ സാറയ്ക്ക് വേണ്ടി ഒരുക്കിയത്. എന്താണെങ്കിലും നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടല്ലോ, അവസാനം സാറ പുറത്തിറങ്ങിയല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്താട്ടോ സാറ കോടതിയിൽ നിന്നും അവരുടെ അരികിലേക്ക് വരുന്നത് കാണുന്നത്. ഈ സമയം സാറ ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് ചോദിക്കണേ, എന്തായി, നിങ്ങൾക്ക് അസുഖം വരുന്നില്ലേ? എനിക്ക് സുഖമാണോന്ന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നമ്മുടെ പിള്ളേരൊക്കെ എന്തു പറയുന്നു? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? അന്നേരം വക്കീൽ ചോദിക്കണേ, അല്ല സാറാ മാഡം, മനസ്സിലായില്ല. ഞാൻ എൻ്റെ പിള്ളേരെന്ന് ഉദ്ദേശിച്ചത് മറ്റാരെയാ? എന്നെ ജയിലിൽ കയറാനായിട്ട് ആദ്യമായിട്ട് അവസരം ഒരുക്കിയ വരുണിൻ്റെ അധികം തന്നെയാണ്. ജയിലിൽ നിന്നും ഞാൻ പുറത്തിറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. എൻ്റെ 2 പിള്ളേരോടുള്ള കണക്ക് എനിക്ക് കൈയോടെ തന്നെ വീട്ടണമല്ലോ. അതിന് ഞാൻ തന്നെ ശ്രമിക്കേണ്ടിയല്ലോ. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സാറാ, താൻ പുറത്ത് ഇറങ്ങുന്നത് വരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. അതിനുശേഷം തന്നെ നിർദ്ദേശാനുസരണം അവർക്ക് 2 പേർക്കുള്ള പണി കൊടുക്കാനായിട്ട്. ചന്ദ്രശേഖരൻ എങ്ങനെ എന്നോടിത് പറയാൻ തോന്നുന്നത്? ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്നോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 2 പേർക്കുള്ള പണി കൊടുക്കണമായിരുന്നു. അവർക്ക് കണക്കിന് കൊടുത്ത് അവരുടെ ആ കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും വാർത്ത എന്നെ വന്ന് ജയിലിൽ അറിയിക്കണമായിരുന്നു. അതായിരുന്നില്ലേ എനിക്ക് കിട്ടേണ്ട സന്തോഷം. അത് പിന്നെ സാറാ, ഞാൻ സാറ ജയിലിനകത്ത് കിടക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് സാറയുടെ ജാമ്യത്തിന് തന്നെയായിരിക്കും ബാധിക്കുക എന്ന് വക്കീലിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഒന്നിനും പോകാതെ അടങ്ങിയിരുന്നത്. ഇപ്പോൾ സാറ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പുറത്തു വന്നല്ലോ. ഇനിയിപ്പോൾ സാറ പറഞ്ഞോ എന്താ ചെയ്യേണ്ടതെന്ന്. സാറ പറഞ്ഞാൽ 2നെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വരെ എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. അന്നേരം സാറ പറയുന്നുണ്ട്, അവർ 2 പേരെയും അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അത്രക്കും ചെറിയൊരു കാര്യമല്ല അവരെന്നോട് ചെയ്തത്. അവർ കളിച്ചത് ഈ സാറയുടെ നേർക്കാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കണമെന്ന് അവർ 2 പേരും അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ടാണ് ഞാനൊരു സ്ഥലത്ത് നടത്തിയ പ്ലാൻ അവർ 2 പേരും കൂടി ചേർന്ന് തകർത്തെറിഞ്ഞത്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ പ്ലാൻ തകർത്തു. രണ്ടാമത്തേത്, കള്ളന്മാരും കുറ്റവാളികളും കിടക്കുന്ന ജയിലിൽ എന്നെ ഇത്രയും ദിവസം താമസിപ്പിച്ചു. പിന്നെ സാറ എന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ പേരിന് അവർ കളങ്കം ഏൽപ്പിച്ചു. ഈ 3 കാരണങ്ങൾ തന്നെ ധാരാളമാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ. സാറ ധൈര്യമായിട്ടിരുന്നോ. സാർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ നടത്തി തന്നിരിക്കും. സാറയുടെ ആഗ്രഹം പോലെ ആ 2നെയും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ആഗ്രഹിച്ച കാഴ്ച കാണാൻ സാറ റെഡിയായിക്കോ. അങ്ങനെ പറഞ്ഞ് സാറേനെയും കുട്ടി ചന്ദ്രശേഖരൻ അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ രാധിക വരുന്നതും കാത്ത് ജയഭാരതിയമ്മയും അതുപോലെ യശോദയും ബാക്കി ജോലിക്ക് നിൽക്കുന്ന 2 ചേച്ചിമാരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്താ യശോദേ, മോൾ ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ? ഇറങ്ങാറായി എന്നാ കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ എത്തുമായിരിക്കും അമ്മേ. അന്നേരം അവിടുത്തെ ചേച്ചി ചോദിക്കുക, അല്ല യശോദാമ്മേ, രാധിക മോള് എന്തെങ്കിലും പുതിയ ഓർഡർ കിട്ടിയ കാര്യം പറഞ്ഞോ? അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പറ്റിയില്ല. മോൾ ഹോസ്പിറ്റലിലാണല്ലോ. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തുമല്ലോ, അപ്പം നേരിട്ട് തന്നെ ചോദിക്കാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും രാധിക അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ആ മോളെ, അവിടെ പോയിട്ട് എന്തായി? ആ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അവിടെ അമ്മയെ ഏറ്റെടുക്കാനായിട്ട് ഒരാൾ വന്നു, ദേവദൂതനെ പോലെ. സത്യം പറയാലോ, ഇതുപോലെ ആരോരും ഇല്ലാത്തവരും ആശ്രയം നഷ്ടപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ നടത്തിപ്പുകാരനും മറ്റുമായി ശങ്കർജി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആ അമ്മേനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതെന്താണെങ്കിലും നല്ലൊരു ഭാഗ്യം തന്നെയാണ്. എന്ത് ചെയ്യാനാ മോളെ, ഇത്രയും നാളും അച്ഛനും അമ്മയും തൻ്റെ ജീവിതകാലം മുഴുവനുള്ള കഷ്ടപ്പാടുകളെല്ലാം മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചു. അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചു. എന്ന അവസാനം അവരുടെ വാർദ്ധക്യത്തിൽ അതേ മക്കൾ തന്നെ അവരെ തള്ളിക്കളയുകയല്ലേ ചെയ്യുന്നത്. കഷ്ടം എന്നല്ലാതെ ഇതിനെന്തെന്ന് പറയാനാണ്. ഈ സമയം യശോദ ചോദിക്കുന്നുണ്ട്, അമ്മക്ക് അങ്ങോട്ട് പോയതിൽ സന്തോഷമല്ലേ? പിന്നെ അല്ലാതെ ഒരാശ്രയമില്ലാതെ നിൽക്കുമായിരുന്നല്ലോ. അമ്മക്ക് ഒത്തിരി സന്തോഷവും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി സങ്കടപ്പെടുകയും ചേർത്ത് പിടിച്ച് നെറ്റിൽ ഉമ്മ തരുകയൊക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് അവിടെ ചെന്ന് അമ്മയെ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇടയ്ക്കൊക്കെ അവിടെ ഒന്ന് പോകണം, ഇടയ്ക്ക് അമ്മേനെ വിളിക്കുകയും വേണം. അത് അവർക്കൊരു സന്തോഷമാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഈ സമയം ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, രാധിക മോളെ എന്തായി, എന്തെങ്കിലും പുതിയ ഓർഡർ വല്ലതും കിട്ടിയോ? ഇതുവരെ പ്രത്യേകിച്ച് പറയത്തക്ക ഓർഡറൊന്നും കിട്ടിയിട്ടില്ല ചേച്ചി. അങ്ങനെയുള്ള ചിന്തകളും വാർത്തകളൊക്കെയാണല്ലോ നമ്മളെക്കുറിച്ച് ആൾക്കാരുടെ മുമ്പിലേക്ക് കയറിക്കൂടിയിരിക്കുന്നത്. നമ്മളെ എത്ര തന്നെ
അതെല്ലാം തെറ്റാണെന്ന് പറയാൻ ശ്രമിച്ചാലും അതൊന്നും അത്ര പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ നിന്നും ആയില്ലല്ലോ. എന്താണെങ്കിലും കുറച്ച് കാത്തിരിക്കാം. നമ്മളെ ദൈവം അങ്ങനെയൊന്നും കൈവിടില്ലെന്നേ. എന്തേലും വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് തന്നെ രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. രാധിക കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ, ഇത് രാധികയാണോ ആറ്റുവാശ്ശേരി സദ്യയൊക്കെ നടത്തുന്ന? ആ അതെ, എൻ്റെ പേര് മനോഹർ എന്നാണേ. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ആറ്റുവാശ്ശേരി സദ്യനെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അല്ല, കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ പേരിൽ എന്തൊരു കേസോ മറ്റോ നടക്കുന്നത് കേട്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സോൾവ് ആയോ? ആ, അതൊക്കെ തീർന്നു ചേട്ടാ. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കി. ഓ അതെയോ, അതെന്താണെങ്കിലും നന്നായി. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് ഒരു 100 പേർക്കുള്ള സദ്യ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യമാണോ? ആ അതെ കുട്ടി, ഒരു വിവാഹ ചടങ്ങിന് വേണ്ടിയിട്ടാണ്. പനന്തിട്ടയാണ് സ്ഥലം, കേട്ടിട്ടുണ്ടോ? പനന്തിട്ട? അതങ്ങനെ കേട്ടിട്ടില്ല. അന്നേരം യശോദ പറയണേ, മോളെ പനന്തിട്ടയല്ലേ? അച്ഛൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആണോ അമ്മേ? ആ അതെ. ആ കുട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ? പറ്റുവാണെങ്കിൽ കുട്ടിക്കൊന്നും ഒന്ന് ആ സ്ഥലത്തേക്കൊന്ന് വരാൻ പറ്റുമോ? 5 ദിവസം കഴിഞ്ഞ കല്യാണം. അതിനു മുമ്പ് അതിൻ്റെ കാര്യങ്ങളും പിന്നെ വേണ്ട സത്യയുടെ ഡീറ്റെയിൽസും അതുപോലെ അഡ്വാൻസിൻ്റെ കാര്യവും ഒക്കെ ഒന്ന് സംസാരിക്കാം. അതിനെന്താ, വരാമല്ലോ ചേട്ടാ. ശരി, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരാമോ? ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഓരോരോ തണക്കുകളും മറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കും. അതിനെന്താ, ഞങ്ങൾ ഉടനെ തന്നെ എത്തിക്കോളാം ചേട്ടാ. ചേട്ടനെ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചിട്ടാൽ മതി. ശരി മോളെ, അത് ഞാൻ അയക്കാം. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് അയാളെ ഫോൺ കട്ട് ചെയ്യുവാണ്ടോ. ഇത് ചന്ദ്രശേഖരനെ ഏർപ്പാടാക്കിയ ആളായിരിക്കും. അങ്ങനെ അയാളെ സംസാരമൊക്കെ കഴിഞ്ഞ് ചന്ദ്രശേഖരൻ്റെയും സാറുടെ അരികിലേക്ക് ചെല്ലുക. സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ സ്ഥലത്തേക്ക് എത്താമെന്നും പറഞ്ഞു. ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശരി, താൻ ചെന്നോ. ഈ സമയം ചന്ദ്രശേഖർ സാറയോട് പറയണേ, സാറാ ഓർഡറിൻ്റെ കാര്യം ഇത് കാരണം അവൾ എന്താണെങ്കിലും ഇവിടെ എത്തും. ഇന്ന് സാറയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ എൻ്റെ പിള്ളേർ അവളുടെ ജീവനെടുക്കും. രാധികയുടെ മരണം സാറൊക്കെ ഇന്ന് കൺമുമ്പിൽ കണ്ട് ആസ്വദിക്കാം. വേണം ചന്ദ്രശേഖർ, എൻ്റെ നേരെ കയ്യോങ്ങിയവൾ എന്നെ ജയിലിലാക്കി അവളുണ്ടല്ലോ രാധിക, അവൾ എന്നേക്കുമായിട്ട് തീരണം. അവളുടെ മരണം എനിക്കെൻ്റെ കൺമുമ്പിൽ കാരണം. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, രാധികയും വരണും രണ്ടുമായിരുന്നു നമ്മുടെ തലക്ക് മുമ്പിൽ നിന്ന ശത്രുക്കൾ. വരുണ്ണ ഇല്ലാതാക്കാൻ നിഷ്പ്രയാസമാണ്. ആദ്യം രാധിക, അവളാണ് അവൻ്റെ ധൈര്യം. അവൾ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇല്ലാതാവുന്നതോടെ അവൻ തകരും. പിന്നെ വരുൺ ഒന്നും ഇല്ലാണ്ടാകും. രാധിക നഷ്ടപ്പെട്ടവൻ ഭ്രാന്തെടുത്താലെയും ആ കാഴ്ച നമുക്ക് കാണാം. അതെ ചന്ദ്രശേഖർ, അത് തന്നെയാണ് വേണ്ടത്. രാധിക അവൾ മരിക്കണം. പിന്നെ വരുൺ ചങ്കുപൊട്ടി ആ കാഴ്ച കണ്ട് നരകിച്ച് ഈ ഭൂമിയിൽ നിന്നില്ലാതാവണം. അത് മതി. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, അധികം വൈകാതെ അവൾ ഇവിടെ എത്തും. മിക്കവാറും അവളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെയും കൂട്ടിയായിരിക്കും വരുന്നത്. ആരാണോ ആ നിർഭാഗ്യവതി, എന്താണെങ്കിലും അവൾക്കൊപ്പം ആ സ്ത്രീയെയും കൂടി നമുക്ക് മുകളിലേക്ക് പറഞ്ഞയക്കേണ്ടി വരുമല്ലോ. മുകളിലേക്ക് അവൾ പോകുമ്പോൾ അവൾക്കൊരു കൂട്ടുകാരെയും കൂടി നമ്മൾ പറഞ്ഞു വിടും, അല്ലേ സാറാ? അങ്ങനെ പറഞ്ഞ് അവരോട് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ഫോണിൽ വിളിച്ച ആ കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും പറയണേ. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു 100 പേർക്കുള്ള സദ്യയുടെ ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സത്യമാണോ മോളെ? അതേന്നേ, ദൈവം അങ്ങനെ നമ്മളെ കൈവിട്ടിട്ടൊന്നുമില്ല. നമുക്ക് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളിയായിട്ടാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ സംസാരിക്കാനായിട്ട് എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോകാൻ റെഡിയാകുക. അമ്മേ, മുത്തശ്ശി, ചേച്ചിമാരെ എല്ലാവരും അപ്പോൾ റെഡിയായിക്കോ. പിന്നീട് കാണിക്കുന്നത് രാധിക പോകാനായിട്ട് റെഡിയായി ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ സമയം യശോദയും മുത്തശ്ശിയൊക്കെ അരികിൽ തന്നെ ഉണ്ടാവും. ഭഗവാനെ, അങ്ങനെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ലാതെ എന്ത് ചെയ്യുമെന്നറിയാതെ തകർന്ന് നിൽക്കുമായിരുന്നു ഞാൻ. ഇപ്പോൾ ദാ ഭഗവാനായിട്ട് തന്നെ ഒരു വഴി ഞങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിരിക്കുവാണ്. ഈ ഓർഡർ ഒരു വിഘ്നം വരുത്താതെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാനായിട്ട് അനുഗ്രഹം നൽകണേ എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയണേ, അമ്മേ, മുത്തശ്ശി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, ധൈര്യമായിട്ട് പോയിട്ട് വാ, എല്ലാം ശരിയാകും. ഭഗവാൻ തന്നെ ഇപ്പോൾ ഒരു വഴി കാണിച്ച് തന്നെയല്ലേ. അതേ മുത്തശ്ശി, ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയത്. അത്യാവശ്യം വലിയൊരു ഓർഡർ തന്നെയാണ്. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. ആളുകളുടെ മനസ്സിലുള്ള നമ്മളെക്കുറിച്ചുള്ള എല്ലാ ചിന്തയും ഇതോടുകൂടി മാറിക്കിട്ടും. അങ്ങനെ പറഞ്ഞ് രാധിക പോകാൻ നിൽക്കുമ്പോഴേക്കും അവിടെ കത്തിച്ചു വെച്ച് നിലവിളക്ക് കെട്ടുപോകുവാണ് കേട്ടോ. അത് കാണുന്നതും യശോദ ഭയക്കുക. അയ്യോ അമ്മേ, ഇത് കണ്ടില്ലേ? അങ്ങനെ രാധികയും മുത്തശ്ശിയൊക്കെ ആ കാഴ്ച കണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുക. ഇതൊരു ദുസൂചനയാണല്ലോ അമ്മേ. കത്തിച്ചു വെച്ച് നിലവിളക്കല്ലേ കെട്ടിരിക്കുന്നത്. ശരിയായ യശോദ നീ പറഞ്ഞത്. മോളെ, നല്ലൊരു കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ നിലവിളക്കിലെ തിരികെട്ടത് സത്യം പറയാലോ ഒരു ദുസൂചന തന്നെയാ. എന്തോ ഒരു ദുശകരം ഇത് കാണിക്കുന്നുണ്ട്. തൽക്കാലം മോളെന്താണെങ്കിലും ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ വേറെ ഏതെങ്കിലും ഒരു ചേച്ചീനെയും കൂടി കൂട്ടിക്കോ. എന്താ മുത്തശ്ശി ഇത്? ദേ, അമ്മയും മുത്തശ്ശിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കല്ലേ. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകാവുന്ന കാര്യമുള്ളൂന്നേ. മോളെ,
ഇനി ഒന്നും പറയണ്ട, നിൻ്റെ കൂടെ ഞാൻ തന്നെ വരാം. എൻ്റെ അമ്മേ, അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ ആവശ്യമില്ലാതെ പേടിച്ചാലോ? ദേ, എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ അവിടെ പോയിട്ട് ഓർഡറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേഗം നിങ്ങൾ തിരിച്ചു വരില്ലേ? അതിന് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് രാധിക മുത്തശ്ശിയുടെയും യശോദയുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വരണു എത്തുന്നത്. അന്നേരം വരൺ ചോദിക്കണേ, എന്തു പറ്റി? എന്താ എല്ലാവരുടെയും മുഖത്തൊരു വിഷമം പോലെ? അന്നേരം രാധിക നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ഓർഡറിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ആൾ വിളിച്ചതും അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താൻ പറഞ്ഞതും അതിനായിട്ട് പ്രാർത്ഥിച്ച് പോകാൻ നേരം അവിടെ ഭഗവാന്റെ മുമ്പിൽ കത്തിച്ച നിലവിളക്കിൽ തിരികെട്ടതും അതെല്ലാം പറയുന്നുണ്ട്. അത് കേട്ടിട്ട് പറയണേ, ഓ അത് ശരി, അപ്പോൾ ആ കാര്യം കണ്ടിട്ടാണല്ലേ അമ്മയുടെ മുത്തശ്ശിയുടെ മുഖത്ത് ഇത്രയും ഒരു സങ്കടം. എടാ മോനെ, അത് പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകാൻ നേരം ഭഗവാന് കത്തിച്ചിരിക്കുന്ന തിരിയിൽ വിളക്ക് കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദുഷ്സുഖന്. എന്തേലും ഒരു അപകടം വരാനിരിക്കുന്നതിൻ്റെ സൂചനയായി കൂടെ അത് കണ്ടിട്ടാ ഞങ്ങളുടെ മനസ്സിലൊരാന്തല്. ഈ സമയം പറയണേ, അതിനിപ്പോൾ എന്ത് വേണം? തൽക്കാലം രാധികൾക്ക് ഒരു ബോഡി ഗാർഡ് വേണം. ആ ബോഡി ഗാർഡല്ലേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? ഞാൻ ഇയാളുടെ ഒപ്പം പൊക്കോളാം. ഞാൻ ഇയാളെ ഭദ്രമായിട്ട് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായിട്ട് തന്നെ തിരിച്ചു വരാം. എന്താ അതുപോലെ? ഇനി രണ്ടുപേർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മോൻ രാധികമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു പേടിയും ടെൻഷനും ഒന്നുമില്ല. അതിൽ പരം ധൈര്യം മറ്റെന്താ വേണ്ടത്? വരുൺ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്തോളാവുന്ന കാര്യമുള്ളൂ. എടാ രാധികെ, താൻ ഇനി കൂടുതലൊന്നും പറയണ്ട. ദേ, തൻ്റെ കൂടെ ഞാൻ വരുന്നു. എൻ്റെ ഭാര്യയെ സുരക്ഷിതയോടുകൂടെ തിരികെ എത്തിക്കേണ്ടതേ എൻ്റെ കടമയല്ലേ? ഓ ആയിക്കോട്ടെ, എന്നാൽ ശരി അമ്മേ. മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞ് വരുൺ രാധികേനെ സ്കൂട്ടറിൽ ഇരുത്തിക്കൊണ്ട് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരുൺ വന്നതോടെ അവർക്ക് ആശ്വാസമാകുക. ഓ എന്താണെങ്കിലും അമ്മേ, കൃത്യസമയത്ത് വരുണെത്തി നന്നായി, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പിടിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്നാനേ. ശരിയായ യശോദ നീ പറഞ്ഞത്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി അയാളയച്ച ലൊക്കേഷനിലേക്ക് ഫോൺ നോക്കി ഗൂഗിൾ മാപ്പിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ ലൊക്കേഷനിൽ എത്തുവാണ് കേട്ടോ. ഈ സമയം അവിടെ എത്തുമ്പോഴേക്കും അവിടെ മറ്റാരെയും കാണുന്നില്ല. കുറച്ച് നീങ്ങി കാറിൽ സാറും ചന്ദ്രശേഖരനും മറിഞ്ഞിരിക്കുന്നുണ്ടാകും. അന്നേരം വരുണോട് ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് പറയണേ, എടോ ഇതാണോടോ സ്ഥലം? ഇനിയും ഗൂഗിൾ മാപ്പിട്ട് വന്ന് നമ്മുടെ വഴി തെറ്റിയോ? ഇല്ല വരുൺ, അയാൾ അയച്ച ലൊക്കേഷൻ അനുസരിച്ച് ഇത് തന്നെയാണ് സ്ഥലം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്തോ ഒരു ട്രാപ്പാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു പന്തികളുള്ള പോലെ. വാ, തൽക്കാലം നമുക്ക് ഇവിടെ തിരിച്ചു പോകാം. അങ്ങനെ അവർ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ 3-4 ഗുണ്ടകൾ 4 വശത്തുനിന്നും അവരെ ചുറ്റും വളഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഓരോരുത്തരും കയ്യിൽ വടിയും ആയുധങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വരുണൻ രാധികയ്ക്കും ഇതൊരു ട്രാപ്പ് തന്നെയാണെന്ന് മനസ്സിലാകുവാണ്. ഈ സമയം സാറും ചന്ദ്രശേഖരനും സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രശേഖരൻ പറയണേ, കണ്ടില്ലേ, രാധികയെ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ ബോണസായിട്ട് വരുണിനെ കൂടി മുമ്പിൽ കിട്ടി. രണ്ടിൻ്റെയും കണക്ക് നമുക്കിന്ന് ഒരുമിച്ച് തന്നെ തീർക്കാം സാറാം. നമ്മുടെ പിള്ളേരെ രണ്ടെണ്ണത്തിൻ്റെയും കഥ തീർക്കൂ. ഇപ്പോൾ അത് താൻ നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കണം. നമ്മുടെ മുമ്പിൽ കിടന്ന് രണ്ടുപേരും ജീവന് വേണ്ടി പിടയും എന്നൊക്കെ പറഞ്ഞാൽ വീമ്പിളക്കി നിൽക്കുവാണ്ടോ ചന്ദ്രശേഖർ. ഈ സമയത്ത് ആ ഒരു ഗുണ്ട വരുണിൻ്റെ നേരെ ചീര് പാഞ്ഞു പോകുന്നുണ്ടെങ്കിലും വരുൺ അയാൾ ഒറ്റച്ചോട്ടിന് തന്നെ തള്ളി താഴിടുവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം തല്ലി ഒതുക്കുവാണ്ടോ. ഈ സമയം രാധികയും ഷോളൊക്കെ മടക്കി കെട്ടി ഗുണ്ടകളുമായിട്ട് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്യുവാണ്. അങ്ങനെ വരുണും രാധികയും ചേർന്ന് ഒരുമിച്ച് നിന്ന് കട്ടൊക്കെ തന്നെ എല്ലാത്തിനെയും അടിച്ചൊതുക്കുവാണ് കേട്ടോ. അവരെല്ലാവരും അടികൊണ്ട് അവശരായി അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോകുവാണ്. ഈ സമയം ആ കാഴ്ചയൊക്കെ കണ്ട് അത്ര മീൻപിളക്കിയിട്ട് എല്ലാം പാഴപ്പോയല്ലോ എന്നുള്ള ചിന്തയിൽ തലക്ക് കൈയും കൊടുത്ത് അന്തം വിട്ട് വാപൊളിച്ച് നിൽക്കുവാണ് ചന്ദ്രശേഖർ. സാറക്കും വല്ലാതെ ദേഷ്യം വരുവാണ് കേട്ടോ. ഈ സമയം അവിടെ നിന്ന് ആ ഗുണ്ടകളെല്ലാം ഓടിപ്പോയതിനു ശേഷം വരുണിൻ്റെ അധികം വേഗം തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്നും തിരിച്ചു പോകുവാണ്. അന്നേരം സാറ പറയുന്നുണ്ട്, എന്താ ആ പെട്ടെന്ന് തന്നെ അവളെയും കൂട്ടി അവിടെ നിന്ന് പോയത്? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഈ ഗുണ്ടകളെല്ലാം അടിച്ചത് അവന്മാരുടെ ആളുകൾ ഇനി വീണ്ടും വന്നാലോ എന്ന് രണ്ടിനും പേടിയുണ്ടായി കാണും. അതുകൊണ്ടാകും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കിയത്. എന്നാലും ചന്ദ്രശേഖർ, ഇവൻ എത്രയൊക്കെ മിടുക്കനായിരുന്നോ? അങ്ങനെയാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവൻ ഒതുക്കാനായിട്ട് നമ്മൾ ഇതിലും വലിയ ആൾക്കാരെ തന്നെ ഇറക്കേണ്ടി വരുമല്ലോ. അതെ സാറാ, നമ്മളിനി കുറച്ചുകൂടി സൂക്ഷിച്ചു വേണം മുമ്പോട്ട് പോകാൻ. എന്താണെങ്കിലും രണ്ടെണ്ണത്തിനും തകർത്തേ പറ്റുള്ളൂ. തൽക്കാലം ഈ പ്ലാൻ പാളിയെങ്കിലും. രണ്ടുപേരും നമ്മളെ കണ്ടിട്ടില്ല അല്ലേ ചന്ദ്രശേഖർ? അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം സാറാ. അങ്ങനെ പറഞ്ഞ് അവർ കാറെടുത്ത് അവിടെ നിന്ന് പോകുമായിരിക്കും കേട്ടോ. കുറച്ച് ദൂരം മുമ്പോട്ട് പോകുമ്പോഴേക്കും ഒരു സ്കൂട്ടർ വഴിയിൽ തന്നെ വട്ടം വെച്ച് നിൽക്കുവാണ്. അന്നേരം സാറ് പറയണേ, ആരാ ഇത് ഈ വണ്ടി എടുത്ത് നട റൂട്ടിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഞാനൊന്ന് പോയി നോക്കട്ടെ സാറാ. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരൻ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ സ്കൂട്ടീൻ്റെ അവിടെ പോയി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരൻ്റെ കാറിൽ നിന്ന് ഹോൺ അടിക്കുന്ന ഒച്ച കേൾക്കുവാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ചന്ദ്രശേഖർ കാണുന്നത് വരുണും രാധികയും ചന്ദ്രശേഖരൻ്റെ കാറിൻ്റെ അവിടെ പോയി നിൽക്കുന്നതാണ്. അങ്ങനെ അവരെ കണ്ട് ഞെട്ടിലോട് ഞെട്ടിത്തിരിച്ച് നിൽക്കുന്ന ചന്ദ്രശേഖരനെയും സാറേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്.
പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണിൻ്റെ അധികം വന്ന ചന്ദ്രശേഖരനും സാറക്കും വ്യക്തമായ താക്കീത് കൊടുക്കുവാണ്. ഞങ്ങൾ ആക്രമിക്കാൻ ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് സാറ മേഡത്തിൻ്റെയും പിന്നെ എൻ്റെ പിന്നാലെ ചെറിയച്ചിൻ്റെയും ബുദ്ധിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അത് മനസ്സിലാക്കാൻ ഇനി കപടി നിർത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് രണ്ടുപേർക്കും നല്ല വാണിങ്ങും രണ്ടുപേരുടെ മുഖത്ത് നോക്കി നല്ല പറച്ചിലും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വരുണിൻ്റെ രാധികയും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ വീണ്ടും വരുണിൻ്റെ രാധികയുടെ മുമ്പിൽ നാണം കിട്ടേൻ്റെ ദേഷ്യത്തിൽ നിൽക്കുവാണ് സാറാ. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ രാധികയും വരുണുവാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അത് കേട്ട് യശോദയും മുത്തശ്ശിയൊക്കെ ആകെ ഭയന്ന് പേടിച്ച് നിൽക്കുവാണ്. പിന്നീട് മുത്തശ്ശിയും വരുണും കൂടി സംസാരിക്കുന്നുണ്ട്. അന്നേരം വരുൺ പറയണേ, നമ്മുടെ തന്നെ കഴുത്തിൽ ചിലരൊക്കെ കാല് പിടിച്ചമർത്തി നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കില്ലേ, ആ സമയം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ചെറിയച്ഛനാണോ അതോ നമ്മുടെ തന്നെ വേറെ ആരെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ എന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ. ശരിയവരുണ്ട് നീ പറഞ്ഞത്. ഇനിയും അവൻ ഇതുപോലുള്ള എന്തെങ്കിലും ദ്രോഹം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ കൊല്ലണോട് അവനോട് ഒരു പരിഗണനയും അനുകമ്പയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് കാലുവിളകി നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ പുതിയ സിനിമയായിട്ടുള്ള മധുമഴ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം തീർന്നിരിക്കുകയാണ്. അങ്ങനെ ആ സിനിമയുടെ റിലീസിങ് പോസ്റ്ററും ഫ്ലക്സും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഫ്ലക്സ് തന്നെ പ്രിയങ്കേനെയും മുത്തശ്ശിനെയും കൊണ്ടുവന്ന് കാണിക്കുവാണ് അവിടെയുള്ള കൺട്രോളറും മാനേജറും ഒക്കെ ചേർന്നിട്ട്. ഈ സമയം അതൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശിയും പ്രിയങ്കയും. അന്നേരം പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ സിനിമ നമ്മൾ പൂർത്തിയാക്കില്ല എന്ന് കുറേ പേരൊക്കെ വിചാരിച്ചിരുന്നു അല്ലേടോ? അതെ മാഡം, കുറേ പേര് അങ്ങനെയുള്ള ടോക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായ വിവരം പറഞ്ഞ് ഇതിൻ്റെ റിലീസിങ്ങും പ്രഖ്യാപിച്ച് എല്ലാത്തിനെയും ശരിക്കും ഒന്ന് കാണണം അല്ലേ മുത്തശ്ശി? പിന്നെ വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ സുകുമാരിയും പ്രിയങ്കയും. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്